ഹലോ ഗേയ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? പൊന്നോസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞാൻ ഉറക്കം എണീറ്റു കേട്ടോ. അപ്പോൾ എന്നും ഞാൻ 7 മണിക്കാണ് എണീക്കുന്നത്. വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയായിരിക്കും. അപ്പോൾ ഇന്നിങ്ങനെ 6 മണിക്ക് ഉറക്കം എണീറ്റിട്ടുണ്ട്. ഉറക്കം കഴിക്കാൻ കാരണം ഞാനിന്ന് ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ നേരത്തെ എണീറ്റത് അതുകൊണ്ടാണ്. എന്നാലും എല്ലാം ജോലിയാക്കി വെച്ചിട്ട് എനിക്ക് ബസ്സിൻ്റെ ടൈമെന്ന് പറയണത് 8:10 കേട്ടോ. 8:10 എനിക്ക് 8:10 ബസ്സിന് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തത്തില്ല. അതുകൊണ്ട് ആ ടൈമിന് പോയാലേ എനിക്ക് ഓഫീസിൻ്റെ ടൈമിൽ എനിക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ഉറക്കം എണീറ്റിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇതാ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നു എണീറ്റിട്ടില്ല. പൊന്നിന് ഇന്ന് സ്കൂളിൽ പരീക്ഷയാണ്. അപ്പോൾ പൊന്നിന് 8:10 ബസ്സും വരും. 8:10 അല്ല, 8:20 അവൾക്ക് ബസ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എല്ലാം ഒരുക്കി റെഡിയാക്കി എല്ലാം പെട്ടെന്ന് ആക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റത്. അപ്പോൾ തലേ ദിവസം തന്നെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എടുത്ത് അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ചേർത്ത് കലക്കി വെക്കുന്നുണ്ട്. തലേദിവസം ഇങ്ങനെ എന്തെങ്കിലും കാപ്പിക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്ത് ചൂടാനായിട്ട് എളുപ്പമല്ലേ. ഇവിടെ മിക്കവാറും ദിവസവും ദോശ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. വളരെ റെയറായിട്ടാണ് ഈ പുട്ടും പൂരി, ചപ്പാത്തി, ഇടിയപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മിക്കവാറും അപ്പവും ദോശയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ അപ്പം ചൂടോടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ വെച്ചിരിക്കുന്നത് കുക്കറിൽ ചോറാണ് കേട്ടോ. കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പം ഒരു 2-3 വിസിലൊക്കെ ആകുമ്പോൾ ചോറ് സെറ്റാവുമല്ലോ. പിന്നെ ക്യാബേജ് എടുത്ത് കാണിക്കുന്നുണ്ട്. ക്യാബേജാണ് തോരൻ വെക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം കേട്ടോ, ഞാനിങ്ങനെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ 2-3 എന്തിനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ടിംഗ് ബോർഡ് ഇല്ലേന്നൊക്കെ. കട്ടിംഗ് ബോർഡ് ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെച്ച് അരിഞ്ഞാണ് കേട്ടോ എളുപ്പം. മറ്റൊരു സംഭവം എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എന്ത് മീനായാലും ശരിയാണ്, എത്ര വലിയ മീനായാലും ഇങ്ങനെ തന്നെയാണ് ഞാൻ അരിയുന്നത് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇരുമ്പ് ചട്ടിയിൽ 2-3 ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ മിക്കവാറും ഏകദേശം കൂട്ടാനൊക്കെ വെക്കുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ കറി ആയാലും ഇതിൽ വെക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ കംഫർട്ട്. അപ്പം നമുക്ക് അറിയാമല്ലോ, ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. ആഹാരം പാകം ചെയ്യുന്ന ഇരുമ്പ് ചട്ടിയിലാണ് നല്ലതെന്നാണ് പറയുന്നത്. അതൊന്നും കൊണ്ടല്ല, എനിക്കിതിൽ വെക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചേട്ടന് ചൂടോടെ കട്ട ഇട്ടിട്ടുണ്ട്. ചേട്ടൻ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കട്ട ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൽ ഇട്ട് കൊടുത്തു. അപ്പം ചുട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ പോകാൻ റെഡിയായി നിൽക്കുന്നത് കൊണ്ട് കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞാൻ അപ്പത്തിൻ്റെ കറി ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. ക്യാബേജ് തോരൻ സെറ്റായിട്ടുണ്ട്. പൊന്നു രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് ഇങ്ങനെ ചിണികൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് എന്തോ ഇന്നലെ ചേട്ടൻ്റെ അടുത്ത് സ്റ്റിക്കർ എന്തോ മേടിച്ചിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ചേട്ടൻ 11:30 മണിക്കാണ് വന്നത്. അപ്പോൾ കടയൊക്കെ അടച്ചിട്ടുള്ളത് കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ ഉറക്കം എണീച്ചപ്പോൾ ഇങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ ഇങ്ങനെ വാശിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയണേ, ഞാൻ നോക്കിയാൽ നീ കരയണത് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് പെട്ടെന്ന് പോയി. അതങ്ങ് മാറും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ സെറ്റായിക്കോളും. പിന്നെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. മോരുകറി, മുട്ട പൊരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിക്കറി ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പൊന്നൂന് ഉച്ചവരെ ഉള്ളൂ കേട്ടോ. കാരണം എക്സാം ആണല്ലോ. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3 എക്സാം കൂടെ ആകുമ്പോഴത്തേനും അവൾക്ക് തീരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചവരെ ഉള്ളൂ. ഉച്ചയ്ക്ക് വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ ഇവിടെ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. സ്കൂൾ വണ്ടിയിലാണ് പോകുന്നത്. അവൾക്ക് 8:20 ബസ് വരും, എനിക്ക് 8:10 ബസ് വരും. അപ്പം ഞാൻ ഇങ്ങനെ കാണുന്നിടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാനിങ്ങനെ നടന്നു പോണ വഴി. ഒരു 4 വർഷം ഒരു 3-4 മാസം മുമ്പേ ഇങ്ങനെ രാവിലെ 7 മണിക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. മുമ്പൊരു ഇതെടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ രാവിലെ 8:30ക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഇങ്ങനെ രാവിലെ 7:10 ബസ്സിലാണ് ഇങ്ങനെ പോണത്. അപ്പം അപ്പോഴേക്കും ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഇപ്പോൾ ഒരു 5-6 മാസം ഇങ്ങനെ വണ്ടിയിലാണ് പോണത്. ഇങ്ങനെ വണ്ടിയിലൊരു കാര്യം, വണ്ടിയിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ തോന്നും ഇങ്ങനെ ജനിച്ചോ നമ്മൾ വണ്ടിയും കൊണ്ടല്ല വരണത്. പിന്നെ വണ്ടിയിലിങ്ങനെ പോയി ശീലമുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ ബസ്സിൽ പോകുമ്പോൾ തന്നെ നമുക്കങ്ങ് മടിയാണ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആലത്തൂർ ജംഗ്ഷനിൽ കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നിട്ട് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ട്രാവൽസാണ് കിട്ടിയത്. അപ്പോൾ അതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതിൽ ട്രാവൽസിലാകുമ്പോൾ പാട്ടൊക്കെ കാണുമല്ലോ, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാനായിട്ട് കുറേ സമയം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട്. എന്നാലും നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഓഫീസിലോട്ട്. പിന്നെ ഓഫീസിൽ പോയിട്ടാണ് കാപ്പി കുടിക്കുന്നത്, ചോറ് കഴിക്കുന്നത് എല്ലാം ഓഫീസിൽ പോയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കാപ്പി കുടിക്കാനായിട്ട് കുറച്ച് ലേറ്റായി, ഒരു 10:30 മണിയായിട്ടുണ്ട്. കാരണം അശ്വതി ലീവാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ. അപ്പം ലീവായതുകൊണ്ട് കുറച്ച് കൂടുതൽ പെൻഡിങ് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർക്കാനായിട്ട് കുറച്ച് ലേറ്റായി കാപ്പി കുടിക്കാനായിട്ട്. കാപ്പി കുടിച്ച് ചോറ് കഴിച്ചു, അതൊക്കെ കാണിച്ചോളൂ. പിന്നെ വേറെ സംഭവങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതാ ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. അല്ല, 6 മണിയാകുമ്പോൾ ഇറങ്ങും. പക്ഷേ ബസ്സൊക്കെ കിട്ടി വരുമ്പോഴത്തേന് ലേറ്റായി. ഒരു 6:30 മണിക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബസ് കിട്ടിയത് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ടുള്ള. അപ്പോൾ അതങ്ങനെ തിരിച്ചതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ നമ്മുടെ സജേച്ചിയുടെ കട എത്തിയിട്ടുണ്ട്. കടയിൽ നിന്നാണ് ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോണത്. അപ്പോൾ അതാ ക്യാബേജ്, എന്താണ് വെജിറ്റബിൾസ്, എണ്ണയില്ലായിരുന്നു, അതൊക്കെ ഇങ്ങനെ തീർന്നൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മാസത്തിൽ നമ്മൾ എടുത്ത് വെച്ചാലും കുറേ സംഭവങ്ങൾ ഇടയ്ക്ക് വെച്ച് തീർന്നു പോകും. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. പിന്നെ പച്ചക്കറികൾ വാങ്ങിക്കും. പിന്നെ പൊന്നിന് സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്നാക്സ്, സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാലും അവൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണം. എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചിലത് കഴിക്കും കേട്ടോ. ഈ വാട്ടർ മെലൺ കഴിക്കും, മുന്തിരി കഴിക്കും. ഇപ്പോൾ ഈ തണുപ്പ് സമയമായതുകൊണ്ട് ഈ വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത്. പിന്നെ ആപ്പിൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഇഷ്ടമില്ലാത്ത വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും ഈ ആപ്പിള്, മാതളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കും ഇഷ്ടമല്ല. വാട്ടർ മെലൺ, ഗ്രേപ്സ്, ഓറഞ്ച് ഇങ്ങനത്തെ വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഫ്രൂട്ട്സൊക്കെയാണ് എനിക്കും ഇഷ്ടം കേട്ടോ. അവളെ അച്ഛനും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കും അങ്ങനെ അവൾക്ക് അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെ പിന്നെ അതാ രാത്രി വീട്ടിൽ വന്നിട്ട് രാവിലെ പോയാലും ജോലിയാണ്, പിന്നെ വന്നാലും നമുക്ക് കുറേ ജോലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ തിരിച്ച് വന്നിട്ട് ഏതാണ്ട് വെള്ളം തിളപ്പിച്ച് വെക്കാനുണ്ടായിരുന്നു. ഈ ഒരു കലം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആയാലും രാത്രി ആയാലും വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പിന്നെ അപ്പോഴപ്പോഴേ തിളപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് അതാ വെള്ളം തിളപ്പിക്കേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി പുട്ടുണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടിന് മാവ് ഇട്ടപ്പോൾ ഉണ്ടല്ലോ, അത് കുറച്ചങ്ങനെ കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ തിരിച്ചതിനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ കൈ കൊണ്ട് ഉപ്പിടുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, സ്പൂൺ അതിനകത്ത് കിടപ്പുണ്ട്. എന്നാലും എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ വേറെ സംഭവങ്ങളൊന്നും കൈ കൊണ്ട് ഇടത്തില്ല കേട്ടോ. ഉപ്പ് മാത്രം ഇങ്ങനെ കൈ കൊണ്ട് ഇടുമ്പോൾ ഒരു ഇതാണ്, കൈ കൊണ്ട് ഇടുള്ളൂ. പിന്നെ ഇതാ പുട്ടിനുള്ള മാവ് ഇതാ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടുവെള്ളത്തിലാണ് പുട്ടിൻ്റെ മാവ് കുഴയ്ക്കുന്നത്. അതാകുമ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഗോതമ്പ് പുട്ടായാലും അരിപ്പുട്ടായാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് പുട്ടിന് കുഴയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ അതാ കുഴച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പൊന്നിന് പിന്നെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. പൊന്നിന് എക്സാം സമയമാകുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് അറിയണ്ട, അവൾക്ക് പഠിക്കാനൊക്കെ മിടുക്കിയാണ്. എന്നാലും അവൾക്കൊരു ടെൻഷനാണ്, എഴുതാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു ടെൻഷനാണ് അവൾക്ക്. എഴുതാൻ പറ്റുമോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ടീച്ചറിനെ ഇങ്ങനെ വിളിച്ചിട്ട് അവരോട് ലേറ്റായിട്ടാണ് പിന്നെ കാപ്പി ഉണ്ടാക്കാൻ കയറിയത് കേട്ടോ. ടീച്ചറിനെ വിളിച്ചിട്ടാണ് പിന്നെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, തീർത്ത പഠിക്കുന്ന കുട്ടിയല്ലേ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്, അല്ല ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, അറിയാമെന്നുള്ളത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ടീച്ചറെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ അതാ പുട്ട് അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ആശ്വസിച്ചിരുന്നതുകൊണ്ട് അവളിത് അങ്ങനെ പഠിക്കുകയാണ് കേട്ടോ. ടീച്ചർ അങ്ങനെ പറഞ്ഞതിൻ്റെ മേലെ അങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ അതാ പുട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. പുട്ടിന് പഴം ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പഴം വളരെ കുറച്ചേ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ. കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പഴം കറുത്ത് അങ്ങ് വേസ്റ്റ് ആക്കാറാണ് പതിവ്. അതുകൊണ്ട് വളരെ കുറച്ചേ പഴം ഞാനിപ്പോൾ വാങ്ങുകയുള്ളൂ. അങ്ങനെ ചൂട് പുട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നു എൻ്റെ അടുത്ത് തന്നെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പറ്റി അവൾക്ക് ഞാൻ അടുത്തേ ഇരിക്കണം, അതുകൊണ്ട് എൻ്റെ അടുത്തേ വന്ന് നിൽക്കുകയാണ്. കാരണം നമ്മൾ രാവിലെ പോയിട്ട് പിന്നെ ഈ സമയമൊക്കെ ആകുമ്പോഴാണ് വരണത്. അവളെ കുഞ്ഞിന് ഒരു 3 വയസ്സായപ്പോഴേ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരം വരുമ്പോഴത്തേനും അവൾ എന്നെ ഇങ്ങനെ പറ്റി നിൽക്കും. ഞാൻ അടുത്തിരുന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എല്ലാം അടുത്ത് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് അവൾക്കിഷ്ടം. അതുകൊണ്ട് പഠിക്കാനായാലും അകത്തിരുന്ന് പഠിക്കേണ്ട ആളാണ് അന്ന് അടുക്കളയിൽ നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അവൾ പഠിക്കുന്നു. ഞാൻ പിന്നെ അപ്പത്തിന് ഇതാ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് പുട്ടും ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്, അപ്പത്തിന് ഇത് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിന് പച്ചരിയും തേങ്ങയും പിന്നെ ഞാൻ നേരത്തെയൊക്കെ ഞാനിങ്ങനെ തേങ്ങ വെള്ളം എടുത്ത് വയ്ക്കുമായിരുന്നു കേട്ടോ. തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വയ്ക്കും, പുറത്തെടുത്ത് വയ്ക്കും. അതൊന്ന് പുളിച്ച് വരുമ്പോഴത്തേനും പിന്നെ എടുത്ത് അകത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കള്ളുപോലായി കിട്ടും. അതൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ. പിന്നെ കപ്പി കാച്ചി സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെയാണ് ചെയ്യണത്. പച്ചരിയും ചോറും തേങ്ങയും പിന്നെ ഈ സംഭവം, പിന്നെ തലേ ദിവസത്തെ ദോശയുടെ മാവോ അങ്ങനെ എന്തെങ്കിലും ശകലം ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ചേർത്തങ്ങ് അരച്ചെടുക്കും കേട്ടോ. പിന്നെ 2-3 ദിവസത്തേക്കൊന്നും അപ്പത്തിൻ്റെ മാവ് ഞാൻ വെച്ചിരിക്കില്ല. ആവശ്യത്തിന് മാത്രമേ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുകയുള്ളൂ. കാരണം ഇന്ന് അരച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ അതിനെ എടുത്ത് കാപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഉരട്ടി മാതിരി ഇരിക്കും. അത് ഞാൻ അരയ്ക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമാണോ അതൊന്നും എനിക്കറിഞ്ഞൂടാ. പിറ്റേ ദിവസം നന്നായിരിക്കും. പിന്നെ അത് 3 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ മാവ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ റൊട്ടി പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നാളെ അപ്പം ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ന് അരയ്ക്കും. അങ്ങനെ ആ കണക്കിനെ ഞാൻ അരയ്ക്കുള്ളൂ. വച്ചിരുന്ന് അങ്ങനെ ഉപയോഗിക്കില്ല ഈ മാവ്. അങ്ങനെ കേട്ടോ. അങ്ങനെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേട്ടനൊന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സന്തോഷത്തിൽ പൊന്നു ഇരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ചേട്ടൻ വരുമ്പോൾ 11:30 മണിയൊക്കെ ആകുമ്പോൾ പൊന്നു ഉറങ്ങും. ഇന്നതാ ചേട്ടൻ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടറി പോകുന്നത് എനിക്ക് ശകലം തൊണ്ടവേദന ഉണ്ട് കേട്ടോ. ഇങ്ങനെ തണുപ്പ് കൂടുമ്പോൾ ഈ ചെവി വേദന, തൊണ്ടവേദനയൊക്കെ എനിക്ക് വരാറുണ്ട്. അതിങ്ങനെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ വരും. ഈ കുറിഞ്ഞിപ്പൂ പൂക്കൂലി വർഷത്തിലൊരിക്കൽ, അതുപോലെ എനിക്ക് വരുന്ന സംഭവമാണ് ഈ ചെവി വേദനയും തൊണ്ടവേദനയും. അതാണെങ്കിൽ എനിക്ക് വാ തുറക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും ഈ ചെവി വേദന വരുമ്പോൾ. ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായിട്ട് കാതൊക്കെ അടഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എൻ്റെ ചെവി. അതുകൊണ്ട് എനിക്ക് ഇടറി പോകുന്നുണ്ട് സൗണ്ട് കേട്ടോ. പിന്നെ ഇതാ കാപ്പിയൊക്കെ എടുത്ത് പൊന്നുമാണ് എനിക്ക് വീഡിയോ എടുത്ത് തരണത് കേട്ടോ. അങ്ങനെ ഇതാ കാപ്പി എടുക്കുന്നുണ്ട്. പുട്ട്, പഴം, കട്ടനും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പൊന്നിന് പുട്ട് അത്ര വലിയ ഇഷ്ടമല്ല. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ടാണെങ്കിൽ പൊന്നു കഴിക്കും. അരിപ്പുട്ടാണെങ്കിൽ ഭയങ്കര പാടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ബാക്കി ചേട്ടനാണെങ്കിൽ ചപ്പാത്തിയും ചിക്കനും കൊണ്ടുവന്നതുകൊണ്ട് അവൾ അതിൽ നിന്ന് എടുത്ത് കഴിച്ചായിരുന്നു. അങ്ങനെ അരിപ്പുട്ട് വലിയ താല്പര്യമില്ല. ഗോതമ്പ് പുട്ടാണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിലും, പഴം ഇല്ലെങ്കിലും, പപ്പടം ഇല്ലെങ്കിലും, ഒന്നും ഇല്ലെങ്കിലും ഗോതമ്പ് പുട്ട് കട്ടനും കൂടെ ഉണ്ടെങ്കിൽ അവളങ്ങ് കഴിച്ചോളും. അരിപ്പുട്ടിനോട് വലിയ താല്പര്യമില്ല. ഇവിടെ പിന്നെ ഞാനും ചേട്ടൻ്റെ അച്ഛനും മാത്രമാണ് ഇങ്ങനെ അരിപ്പുട്ട് കഴിക്കണത്. ഇവിടെ ചേട്ടനും പൊന്നൂനൊക്കെ ഗോതമ്പിൻ്റെ ആഹാരങ്ങളോടാണ് കൂടുതലിഷ്ടം. അപ്പോൾ നമ്മളിതാ കാപ്പിയെ കുടിച്ചിട്ട് ഇനി അടുക്കളയെല്ലാം ഒന്ന് ഒരുക്കി വെക്കാതെ എനിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കി ഒന്ന് നല്ല ഒരു മിനുക്കൊക്കെ നടത്തിയ ശേഷം എനിക്ക് കിടക്കാൻ തോന്നുള്ളൂ. അതാകുമ്പോൾ രാവിലെ ആകുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവുമല്ലോ അടുക്കള കാണുമ്പോഴത്തേനും. ഈ ഫുള്ള് മെസ്സിയായി കിടക്കുമ്പോഴത്തേനും നമുക്ക് അടുക്കള കയറാൻ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവും രാവിലെ ആകുമ്പോൾ. രാത്രി ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇങ്ങനെ ഞാൻ തുടച്ച് തൂത്തെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൊന്നു വീണ്ടും വന്നിട്ട് എന്നെ ഇങ്ങനെ വീണ്ടും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ നാളെ എനിക്കിങ്ങനെ കോൺവെർസേഷനൊക്കെ വരും, നാളെ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ഒരു മറുപടി ഞാനൊരു സൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് ഞാനും എൻ്റെ പൊന്നൂസും കിടക്കുകയാണ്. അപ്പോൾ ഡ്യൂട്ടിയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ ഇടുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.